Hello my dear students, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് CMA ഇന്റർ ജൂൺ 2025 എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതാണ്. ഒരു കമന്റിൽ വന്ന റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അതായത് സാറേ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിനേഷനിൽ വരാൻ സാധ്യതയുള്ള കമ്പനീസ് ആക്ടിന്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ ഒരിക്കലും എനിക്ക് എന്താണ് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു പ്രൊഡക്ഷന്റെ മെത്തേഡ് എന്ന് പറയുന്നത് ഡിസംബർ 2017 മുതൽ 2016 സിലബസിന്റെയും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഡിസംബർ 2024 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നും ഏതൊക്കെ കമ്പനീസ് ആക്ടിന് ഏതൊക്കെ പോയിന്റിന്റെ മേളിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അതെല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നു. ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം. അതേപോലെ തന്നെ റിപ്പീറ്റഡ്ലി വന്നിരിക്കുന്ന ചില പോയിന്റുകളുണ്ട്. അപ്പം എത്ര മാർക്സ് നമ്മൾക്ക് ആക്ച്വലി കിട്ടും അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഉറപ്പായിട്ട് അവസാനം വരെയും കാരണം 8 അറ്റംപ്റ്റിന്റെ നമ്മൾ നോക്കുന്നുണ്ട്. 8 അറ്റംപ്റ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു റിപ്പീറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ചുരുങ്ങിയ സമയത്തിൽ എന്താണ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ PDF-ന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. നിങ്ങൾക്ക് പോയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാലോ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാലോ എന്താണ് നമുക്കതിന് റിപ്ലൈ തരാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയുടെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം. ഇവിടെ കമ്പനി ലോ ക്വസ്റ്റ്യൻസ് ആണ്. ഡിസംബർ 2017 തൊട്ട്, അതായത് 2016 സിലബസ് എന്തുകൊണ്ട് ഞാൻ നോക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് രീതിയിലെ വേരിയേഷൻസ് ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളത് ഫോളോ അപ്പ് ചെയ്യുന്നത്. ഡിസംബർ 2016 സിലബസ് ഏതൊക്കെ പോയിന്റുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻസ് ഒന്നും നൽകുന്നില്ല. നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ടൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. 5 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മാർക്ക് ചെറിയ വേരിയേഷൻസ് ഉണ്ട് കേട്ടോ. കാരണം ഇപ്പോഴത്തെ നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത് 7 മാർക്സ് ആണ്. പക്ഷേ ഇത് കുറച്ച് വ്യത്യാസമായിട്ടുണ്ട്. 5 മാർക്സ്, 9 മാർക്ക്, 6 മാർക്ക് അങ്ങനെയൊക്കെ വ്യത്യാസങ്ങളായിട്ടുണ്ട്. പക്ഷേ കോണ്ടന്റ് മാത്രം ജസ്റ്റ് നോക്കിയാലും മതി. ഓക്കെ, ബൈബാക്കിനെ കുറിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ബൈബാക്കിനെ കുറിച്ച് നെക്സ്റ്റ് ഡിമാൻഡ് ഫോർ പോൾ, ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ്, റെസ്ട്രിക്ഷൻ, അതായത് ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചില കാര്യങ്ങൾ ഞാൻ മാർക്ക് ചെയ്യുന്നു. റിപ്പീറ്റഡ്ലി വന്നിരിക്കുന്നത് നമുക്ക് അവസാനം നമുക്ക് നോക്കാം, കുഴപ്പമില്ല. ഓക്കെ, ഡിമാൻഡ് ഫോർ പോളിന്റെ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, ഡിമാൻഡ് ഫോർ പോൾ കമ്പനീസ് ആക്ടിന്റെ. ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ് ഉറപ്പായിട്ടുന്ന ഡ്യൂട്ടീസ് ഡയറക്റ്റ് ചെറിയൊരു പോയിന്റ് ആണ്. 180 റെസ്ട്രിക്ഷൻ ഓൺ പവേഴ്സ് ഓഫ് ബോർഡ്, അതായത് പവർ ഓഫ് ബോർഡിന്റെ ചില റെസ്ട്രിക്ഷൻസ് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. പിന്നെ ഡിന്നിനെ കുറിച്ച്. ഓക്കെ, ഈ കാര്യങ്ങളാണ് 2017 ചോദിച്ചത്. അതിനുശേഷം ജൂൺ 2018 കൺവേർഷൻ ഓഫ് പ്രൈവറ്റ് കമ്പനി ഇൻടു OPC പ്രൊസീജിയർ മാറിയിട്ടുണ്ട്. നമ്മുടെ നോട്ട്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. മെറ്റീരിയൽ ഫോളോ ചെയ്യുന്നവർ, അതായത് ICMA മെറ്റീരിയൽ ഫോളോ ചെയ്യുന്നവർ നിങ്ങൾ ഇപ്പോൾ അമെൻഡ് ചെയ്ത പ്രൊവിഷനാണ് ഫോളോ ചെയ്യുന്നത് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഇലക്ട്രോണിക്കൽ മീൻസിൽ നോട്ടീസ് അയക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അത് അന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, ഇപ്പോൾ അത്ര റിലവൻ്റ് ഒന്നുമല്ല. ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. അതിനുശേഷം ഡയറക്ടേഴ്സ് ആർ ഏജൻസ് ഓഫ് ദ കമ്പനി. ഇപ്പോൾ അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരില്ല. നെക്സ്റ്റ് ആൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കമ്പനീസ് ആക്ടിനെ നമ്മൾ രണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് പാർട്ട് 1 ജനറൽ, പാർട്ട് 2 ഡയറക്ടേഴ്സ് എന്നൊരു കോൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ ഏതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ നോക്കുക, നിങ്ങൾക്കൊന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ആ ഡയറക്ടേഴ്സിനെ കുറിച്ച് 3 ചോദ്യമുണ്ട്. ഇവിടെയും ഡയറക്ടേഴ്സിൻ്റെ കോൺസെപ്റ്റ് 3 ചോദ്യങ്ങളുണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്ത് 2 ചോദ്യങ്ങളുണ്ട്, ഓർത്ത് വെക്കാം. ഇവിടെ ഡിസംബർ 2018 ഫീച്ചേഴ്സ് ഓഫ് എ സെക്ഷൻ 8 കമ്പനി. നമുക്കറിയാം സെക്ഷൻ 8 കമ്പനി അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ബോണസ് ഷെയർസും ഉണ്ട്. ഇതിൻ്റെ അകത്ത് സ്മോൾ കമ്പനി ഉണ്ട്. ഇത് രണ്ടും എന്താണ് ചോദിച്ചിട്ടുണ്ട്. പവർ ഓഫ് ബോർഡ് ആൻഡ് വിമൻ ഡയറക്ടർ. ഇപ്പോൾ വിമൻ ഡയറക്ടർ ഇല്ല. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് എന്താണ് അത്ര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരില്ല. ഓക്കെ, ഇനി ഇതിനെല്ലാം പറഞ്ഞ് ഒന്നുകൂടെ അനലൈസ് ചെയ്യുന്നുണ്ട്. ജൂൺ 2019 നമുക്ക് എന്താണ് കോർപ്പറേറ്റ് വെയിൽ ആൻഡ് ലിഫ്റ്റിംഗ് നമ്മൾ പറയാറുണ്ട്. എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആ ഒരു സംഭവം തന്നെയാണ്. രജിസ്റ്റർഡ് ഓഫീസ് 1 സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റ് അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആ ഒരു സംഭവമാണ്. റെസിഗ്നേഷൻ ഓഫ് എ ഡയറക്ടർ. നെക്സ്റ്റ് അപ്പോയിൻമെന്റ് ഓഫ് എ ഡയറക്ടർ. ആദ്യത്തെ ആ ഒരു ചെറിയൊരു പ്രൊസീജിയർ. റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഷെൽഫ്, റെഡ് ഹെറിംഗ് ഉറപ്പായിട്ടും തന്നെ എന്താണ് ഏതെങ്കിലും ഒരെണ്ണം വരാൻ സാധ്യതയുള്ള ഒരു സംഭവം തന്നെയാണ്. ഡിസംബർ 2019 സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്, സ്വെറ്റ്, ബോണസ്, ഇസോപ്പ് കാര്യങ്ങളൊക്കെ എന്താണ് ഒരേ ഓർഡറിൽ ചോദിക്കും. നെക്സ്റ്റ് AGM-ന്റെ അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ എന്ന് പറയുമ്പോൾ ഷോർട്ടർ നോട്ടീസ്, AGM-ന്റെ ടൈം, അതൊക്കെ വെച്ചിട്ടാണ് അപ്ലിക്കേഷൻ 80 ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഡ്യൂട്ടീസ് ഓഫ് എ ഡയറക്ടർ നോക്കിക്കേ, റിപ്പീറ്റ് ആയിട്ടുണ്ടോ? ഡ്യൂട്ടീസ് ഓഫ് എ ഡയറക്ടർ നമുക്ക് ഇവിടെ റിപ്പീറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരേപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, യെസ്, ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് പവർ ഓഫ് ബോർഡ്, ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് എ ഡയറക്ടർ, അതേപോലെ തന്നെ ഡിന്നും. 3 എന്താണ് റിപ്പീറ്റ് ആയ ഒരു സംഭവമാണ്. ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് എ ഡയറക്ടർ ഉറപ്പായിട്ടും ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് എ ഡയറക്ടർ ചോദിച്ചു. അതേപോലെ തന്നെ ഡിന്നും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് റിപ്പീറ്റ് ആയ ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത്. അപ്പോൾ റിപ്പീറ്റ് ആയത് സാർ ഈ പ്രാവശ്യം വരുമോ എന്ന രീതിയിലല്ല, പക്ഷെ അതിന് കുറച്ചും കൂടെ കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നു. കണ്ടന്റ്സ് ഓഫ് ആനുവൽ റിട്ടേൺ ഉറപ്പായിട്ടും തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവം തന്നെയാണ്. പേയ്മെന്റ് ഓഫ് കമ്മീഷൻ നമ്മൾ പറയാറുണ്ട്. അതൊരു MCQ-ന് വരാൻ സാധ്യതയുള്ള ഒരു സംഭവം തന്നെയാണ്. പവർ ഓഫ് ബോർഡ്
ഇവിടെ ഓർത്ത് വെക്കുക, പവർ ഓഫ് ബോർഡ് ഇവിടെയും പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പവർ ഓഫ് ബോർഡ്. ആ ഒരു ലിസ്റ്റ് ഇല്ലേ താഴെ 1 2 3, ആ ഒരു ലിസ്റ്റ് തന്നെയാണ് പവർ ഓഫ് ബോർഡ്. റീ അപ്പോയിൻമെന്റ് ഓഫ് ഡയറക്ടേഴ്സ്, വേരിയേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ് 48 കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 48 അതിനുശേഷം റീ അപ്പോയിൻമെന്റ് ഓഫ് ഡയറക്ടേഴ്സ്, അത്രയും പറഞ്ഞ ഒരു കോൺസെപ്റ്റ് അല്ല, 2016 ആയതുകൊണ്ട്. ഇനിയാണ് 2022 സിലബസിൽ വരുമ്പോൾ ബൈബാക്ക്. ഉറപ്പായിട്ടും തന്നെ ബൈബാക്ക് ഫസ്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു നമ്മുടെ ബൈബാക്ക് എന്ന് പറയുന്നത്. പ്രൊസീജിയറാണ്, അതിൻ്റെ സോഴ്സസ് കാര്യങ്ങളെല്ലാം ബൈബാക്കിനെ കുറിച്ച് പഠിക്കുക. നമ്മൾ പോയിന്റ് നമ്മൾ പറയുന്ന സമയത്ത് ആ ബൈബാക്കിനെ കുറിച്ച് എൻറ്റയർലി നമ്മൾ എന്താണെന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് ഇന്ന ക്വസ്റ്റൻ ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് അതിൻ്റെ ആ ടോപ്പിക്കിൻ്റെ ഹെഡിങ് മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഡ്യൂട്ടീസ് ആൻഡ് ലാബിലിറ്റീസ് ഓഫ് ഡയറക്ടേഴ്സ് ഓബിയസ്ലി റിപ്പീറ്റ് ആയിട്ടുണ്ട്. ഓഡിറ്റ് കമ്മിറ്റി, ഇതൊരു പുതിയ കോൺസെപ്റ്റ് ആയതുകൊണ്ട് റിപ്പീറ്റ് ഇപ്പോൾ വരില്ല. ഓഡിറ്റ് കമ്മിറ്റി, പവർ ഓഫ് ബോർഡ് നോക്കിക്കേ 3 പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ടുണ്ട്. റെസിഗ്നേഷൻ ഓഫ് എ ഡയറക്ടർ, അത് നമുക്ക് എന്താണ് റിപ്പീറ്റ് ആയ ഒരു സംഭവം തന്നെയാണ്, റെസിഗ്നേഷൻ ഓഫ് എ ഡയറക്ടർ. പക്ഷേ ഇവിടെ റെസിഗ്നേഷൻ ഓഫ് ഡയറക്ടർ അപ്ലിക്കേഷൻ ഓഫ് കോൺസെപ്റ്റിനെയാണ്, ഒരു നോട്ടീസ് അയക്കുന്നതിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഡയറക്ടേഴ്സ് നോക്കിക്കേ ഈ ഒരു കോൺസെപ്റ്റിൽ എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്ന് നോക്കുക. ഡ്യൂട്ടീസ്, ഓഡിറ്റ് കമ്മിറ്റി, പവർ, റെസിഗ്നേഷൻ ഓഫ് എ ഡയറക്ടർ, അത് ആ ഒരു സെക്കൻഡ് പാർട്ടിൽ നിന്ന് നമുക്ക് 28 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 28 മാർക്കിൻ്റെ. ഇവിടെ നമുക്കൊരു ആവറേജ് 2016 സിലബസ് നമുക്ക് മാർക്ക് വേരിയേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ മാർക്ക് ചെയ്യുന്നില്ല. പക്ഷേ ഇത് നമുക്ക് 2022 സിലബസ് ആയി നമുക്ക് പറയാൻ പറ്റും. സെക്യൂർ ഡിബെഞ്ചേഴ്സ് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡിസ്ക്വാളിഫിക്കേഷൻ ആൾറെഡി ചോദിച്ചിട്ടുള്ളൊരു സംഭവമാണ്. ഓഡിറ്റ് റിപ്പോർട്ട്, റൈറ്റ്സ് ഓഫ് എ ഷെയർ ഹോൾഡേഴ്സ്, നെക്സ്റ്റ് ക്വാളിഫിക്കേഷൻ ഓഫ് എ ഡയറക്ടർ, ആ ഡിസ്ക്വാളിഫിക്കേഷൻ ഒരു റിലേറ്റഡ് കോൺസെപ്റ്റ് ആണ്. അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, എന്തെങ്കിലും പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ വേണോ? ഇല്ല, വേണ്ട ആവശ്യമില്ല. കാരണം ഒരു ഡയറക്ടർ ആകാൻ വേണ്ടി എന്താണ് നിങ്ങൾ CMA ആകണം, CA ആകണം, അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതാണ് അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. അതിനുശേഷം 2024 ഉറപ്പായിട്ടും കോർപ്പറേറ്റ് വെയിൽ എന്താണ് റിപ്പീറ്റഡ് കോൺസെപ്റ്റ് ആണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റിപ്പോർട്ട് വന്നിട്ടില്ല. നെക്സ്റ്റ് ഡിന്നും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിനുശേഷം അതിൻ്റെ ക്യാൻസലേഷനും സറണ്ടർ ഡീആക്ടിവേഷനെ കുറിച്ചാണ്. കുറച്ച് കാര്യങ്ങളില്ല, കുറച്ച് നമ്മൾ പുറത്ത് നമ്മൾ റെഫർ ചെയ്യേണ്ടി വരും. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കണ്ടൻസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാലം റിപ്പീറ്റ് ആയതായിട്ട് തോന്നും അല്ലേ. അപ്പോൾ ഇവിടെ 28 മാർക്ക് വന്നു. ഇവിടെ നമുക്ക് എത്ര മാർക്ക് വന്നിട്ടുണ്ട്? ഓഡിറ്റ്, റൈറ്റ്സ്, ഇതെല്ലാം ആ സെക്കൻഡ് പാർട്ടിൽ വരുന്നതാണ്. 28 മാർക്ക് നമ്മൾക്ക് വന്നിട്ടുണ്ട്. 28 മാർക്ക്. ഇതാ നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ നമ്മുടെ 10-15 പേജിലുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഡിസംബറിലും സെയിം ആണ്. ഡയറക്ടർ റെമ്യൂണറേഷൻ, ബോർഡ്, ഡിന്ന്, യെസ്, ഇതും എന്താണ് 28 മാർക്സ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, നമുക്ക് 4 അറ്റംപ്റ്റ് ആണ് നമുക്ക് ആൾറെഡി കിട്ടിയിരിക്കുന്നത്. 4th അറ്റംപ്റ്റ് ആണ് നമ്മളിപ്പോൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം എന്തൊക്കെ വരുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇതെങ്കിലും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പവർ ഈ പ്രാവശ്യം വരാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം പവർ എന്താണ് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വന്നിട്ടില്ല, അതിന് മുമ്പത്തെ പ്രാവശ്യം നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ പവർ വരാൻ ചാൻസസ് ഉണ്ട്, ഡ്യൂട്ടീസ് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എന്താണ് അവിടെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി നമ്മൾ ബാക്കി ചാപ്റ്റേഴ്സിൻ്റെയും നമ്മൾ ചെയ്യണം സർ, എത്തിക്സിൻ്റെയും അതേപോലെ തന്നെ ബാക്കി കമേഴ്ഷ്യൽ ലോസിൻ്റെ, ഇൻഡസ്ട്രിയൽ ലോസിൻ്റെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഉപകാരമായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും തന്നെ എന്താണ് നമ്മൾ PDF രൂപത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ റിക്വസ്റ്റ് അനുസരിച്ച് നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ എന്താണ് വീക്ക്ലി ട്വൈസ് എന്ന രീതിയിൽ നമ്മൾ എക്സാമിനേഷൻ ഓറിയൻറ്റഡും ക്ലാസ്സസുമായിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. MCQ ഡിസ്കഷൻ മാരത്തോൺ നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ജൂണിലേക്ക് ഒരു മാരത്തോൺ നമ്മൾ എന്താണ് അനൗൺസ് ചെയ്യുന്നുണ്ട് ഫുൾ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഉപകാരപ്പെടുമെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. കാണുന്നവർ എന്താണ് നല്ലപോലെ പഠിക്കുക. എന്ത് തന്നെ ചോദിക്കാമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്.